ഈ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ സംശയം അത് ദൂരീകരിക്കാൻ പോലീസ് തയ്യാറാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ സംശയ നിവാരണത്തിന് പോലീസ് മുന്നിട്ടിറങ്ങും. കേസെടുക്കാൻ ഇത്ര ദിവസം വൈകിയത് എന്തുകൊണ്ടാണ്? 13-ാം തീയതി തന്നെ പരാതി കിട്ടിയതായിരുന്നല്ലോ. 13-ാം തീയതി പരാതി ലഭിച്ചിരുന്നെങ്കിലും ഇതിനുശേഷം നമ്മൾ ഈ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഈ പി ഓർഡറാക്കിയിരുന്നു. അതുപ്രകാരം അതിന്റെ പ്രിലിമിനറി എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കല്ലറയുടെ നമ്പർ മാറിയതും അതിന്റെ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് 38-ാം നമ്പർ കല്ലറ പഴയ 23 നമുക്ക് ബോധ്യമായത്. ആ 23-ാം കല്ലറയിൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ അകത്ത് 2 പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു. മറിയാമ്മ എന്ന ആളുടെയും ജെയിംസ് എന്ന ആളുടെയും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 പേരുടെ ശേഷമാണ് ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇക്കാര്യം അച്ഛനുമായി സംസാരിച്ച് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ 3ാമതൊരു ബോഡി ഉണ്ടെന്നാണ് അച്ഛന്റെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിന്ന് ആണ് എഫ്ഐആർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നത്. ശാസ്ത്രീയ പരിശോധന എല്ലാം നടക്കും. സയന്റിഫിക് അസിസ്റ്റന്റ് വരും, മറ്റുള്ള എല്ലാവിധ അന്വേഷണം നടക്കും. എല്ലാം കറക്റ്റായ രീതിയിൽ തന്നെ നടക്കും. കഴിയുന്ന നാളെ തന്നെ എത്രയും നമുക്ക് ഇന്നിപ്പോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. ഇന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ആർഡിഒന്റെ പെർമിഷൻ വേണം. അപ്പൊ അത് നാളെ രാവിലെ നീക്കും. അപ്പോൾ പെർമിഷൻ കിട്ടിയ ഒരു നെക്സ്റ്റ് മൂമെന്റ് തന്നെ നമ്മളെ ഈ പറയുന്ന ഓപ്പൺ ചെയ്ത് പരിശോധന തുടങ്ങും. അതുവരെ നമ്മളെ പോലീസിന്റെ ഗാർഡ് അവിടെ ഉണ്ടാവും. ഈ വിലങ്ങാട് ഒരു ആൾ മിസ്സിംഗ് ആയ കേസുണ്ട്, അതും ഇതുമായി ബന്ധപ്പെട്ട് അതൊന്നും ഇപ്പൊ നമ്മളെ വന്നില്ല. അത് കോഴിക്കോടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് എല്ലാം പരിശോധിക്കും. ഇതിപ്പോ നമ്മളിപ്പോ 174 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ ആദ്യ ഒരു പരാതി വന്ന സമയത്ത് നമ്മളൊരു കോഗ്നിസന്റ് ഓഫൻസ് ഒന്നും കാണാത്തതുകൊണ്ട് അതിനൊരു പ്രിലിമിനറി എൻക്വയറി നമ്മൾ വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ പ്രിലിമിനറി എൻക്വയറി ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. അതിനിടയിലാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ പള്ളിയുടെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് അവർ കൂടുതൽ സംശയങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 174 പ്രകാരം ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ബാക്കി അതിന്റെ നടപടിക്രമങ്ങൾ നാളെ മുതൽ തുടരുന്നതാണ്.